ബ്രഹ്മപുരത്തെ മാലിന്യ സംസ്കരണത്തിനായി ആരംഭിച്ച ബയോ മൈനിംഗ് പദ്ധതി ഇഴഞ്ഞു നീങ്ങുന്നു എന്ന ആക്ഷേപം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. കരാർ ഒപ്പിട്ട് 2 മാസം പിന്നിടുമ്പോഴും ട്രയൽ റൺ മാത്രമാണ് നടന്നിരിക്കുന്നത്. 16 മാസത്തേക്കാണ് കരാറിന്റെ കാലാവധി. ബയോ മൈനിംഗ് പ്ലാന്റിനായി നിലവിലെ കോർപ്പറേഷന്റെ കെട്ടിടം വാടകയ്ക്ക് നൽകിയതിൽ കോർപ്പറേഷന് നഷ്ടമുണ്ടാകും എന്ന ആരോപണവും ഉയരുന്നുണ്ട്. ബ്രഹ്മപുരത്തെ മാലിന്യ സംസ്കരണം നടപ്പിലാക്കാൻ ബയോ മൈനിംഗ് പദ്ധതിക്കായി ഭൂമി ഗ്രീൻ കമ്പനിയുമായാണ് കോർപ്പറേഷന്റെ കരാർ. 16 മാസമാണ് കരാർ കാലാവധി. 1 മെട്രിക് ടൺ മാലിന്യം സംസ്കരിക്കാൻ 1690 രൂപ നിരക്കിലാണ് കരാർ ഒപ്പിട്ടിരിക്കുന്നത്. കരാർ ഒപ്പിട്ട് 2 മാസം പിന്നിടുമ്പോഴും ട്രയൽ റൺ മാത്രമാണ് നടന്നിരിക്കുന്നത്. പ്ലാന്റിനായി കമ്പനി സ്വന്തം കെട്ടിടം നിർമ്മിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നിലവിൽ യന്ത്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് കോർപ്പറേഷന്റെ പഴയ ഷെഡിലാണ്. ഇവർ 50,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഷെഡ് കെട്ടിയിട്ട് അതിൻ്റെ അകത്ത് ഇത് മെഷീൻസൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇവർ കോർപ്പറേഷൻ്റെ ബിൽഡിങ്ങിൻ്റെ അകത്ത് തന്നെ, കോർപ്പറേഷൻ്റെ ഷെഡിൻ്റെ അകത്ത് തന്നെയാണ് ഈ സാധനം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. മറ്റുള്ള വേസ്റ്റുകളൊക്കെ ഇതിൻ്റെ അകത്തിട്ടിട്ട് മഴക്കാലത്ത് പ്രോസസ്സ് ചെയ്തിട്ട് ബയോമൈനിങ് ചെയ്യാമെന്നാണ് എഗ്രിമെൻറ്റിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് നേരെ വിപരീതമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. കോർപ്പറേഷന്റെ ഷെഡ് പ്ലാന്റിന്റെ പ്രവർത്തനത്തിനായി വിട്ടു നൽകിയതിലൂടെ വാടക ലഭിക്കുമെന്നാണ് ഭരണസമിതിയുടെ വാദം. എന്നാൽ പുതിയ ഷെഡ് നിർമ്മിച്ചിരുന്നതിൽ ഭാവിയിൽ കോർപ്പറേഷന് ഗുണം ചെയ്യുമെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത്. കഴിഞ്ഞ വേനൽക്കാലത്താണ് ബ്രഹ്മപുരത്ത് തീപിടുത്തമുണ്ടായത്. വേനൽ എത്തുന്നതിന് മുന്നേ തന്നെ മാലിന്യ സംസ്കരണം പകുതിയെങ്കിലും പൂർത്തിയാക്കണം. മഴക്കാലമായാൽ മാലിന്യ സംസ്കരണം മന്ദഗതിയിലാകും. കരാർ പ്രകാരം 16 മാസമാണെങ്കിലും നിലവിലെ സാഹചര്യം അനുസരിച്ചാണെങ്കിൽ കരാർ കാലാവധിക്കുള്ളിൽ മാലിന്യ സംസ്കരണം പൂർത്തിയാകില്ലെന്നാണ് ആരോപണം. ബയോ മൈനിംഗ് പദ്ധതിയെ സംബന്ധിച്ച് ഈ കാണുന്ന മാലിന്യങ്ങൾ പോലെയാണ് ആരോപണങ്ങൾ കുന്നുകൂടുന്നത്. കടുത്ത വേനൽക്കാലമാണ് വരാൻ പോകുന്നത്, അതോടൊപ്പം തന്നെ മഴക്കാലവും. അതിനു മുന്നേ പദ്ധതി കൃത്യമായി തുടങ്ങിയില്ലെങ്കിൽ ഒരുപക്ഷെ അതാണ് ആളുകളുടെ ആശങ്ക ഏറെ വർദ്ധിപ്പിക്കുന്നത്. ക്യാമറമാൻ മുഹമ്മദ് ഏലപ്പാറയ്ക്കൊപ്പം എബിൻ ജോസ്, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഏറെ പ്രതീക്ഷയോടെ തുടക്കമിട്ടതാണ് ബ്രഹ്മപുരത്തെ ബയോമൈനിംഗ് പദ്ധതി. അത് ഇഴഞ്ഞു നീങ്ങുമ്പോൾ സ്വാഭാവികമായും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്യും. കരാർ ഒപ്പിട്ട് 2 മാസം പിന്നിട്ടിട്ടും ട്രയൽ റൺ മാത്രമാണ് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്താണ് ഈ വിഷയത്തിൽ കൊച്ചിക്കാർക്ക് പറയാനുള്ളത്? അത് കേൾക്കാം. 54 കോടിക്ക് ഉണ്ടായിരുന്ന സാധനം 126 കോടിക്ക് കൊടുക്കുമ്പോൾ ടെൻഡർ കണ്ടീഷനുകളെല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ട് അതിനെല്ലാം വഴങ്ങിക്കൊടുത്തുകൊണ്ട് വലിയ ഭീമമായ തുക കമ്പനിക്ക് കൊടുക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. സപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ, ചൂട് കൂടിക്കഴിഞ്ഞാൽ ആദ്യത്തെ പ്രശ്നം വരാൻ പോകുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ തീ കത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിനുള്ള യാതൊരു പ്രിക്കോഷൻ ഇതുവരെ എടുക്കുന്നില്ല. രണ്ടാമത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 16 മാസം കൊണ്ട് ഇവർക്ക് തീർക്കാൻ പറ്റില്ല. ഈ കണ്ടീഷനാണ് പറ്റില്ല. കാരണം ഇപ്പോഴാണ് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യേണ്ട അവസരം. നമ്മളിപ്പോൾ നോക്കാൻ നേരത്ത് ട്രയൽ റൺ അല്ലാണ്ട് മറ്റൊന്നും നടന്നിട്ടില്ല ഇവിടെ.